അഷ്കർ കബീർ, യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് CP ഷഫീഖ് സാഹിബ്, ജനറൽ സെക്രട്ടറി അമീർ സവാദ്, എല്ലാവരെയും ഒറ്റവാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ സഹോദരന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് യൂത്ത് ഇന്ത്യ UAE-യുടെ ആദരണീയ പ്രസിഡന്റ് ഷഫീഖ് CP ആണ്. ഷഫീഖ് CPയെ ആദരപൂർവ്വം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന വളരെ സ്നേഹം നിറഞ്ഞ അതിഥികളെ KK സുഹൈൽ സാഹിബ്, ആമിന മണിക്ക, അഷ്കർ കബീർ, ഈ പരിപാടി ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ അഭിമാനമുള്ള ഒരു സമയമാണ് നമുക്ക് ഇത്തരമൊരു ഒരുമിച്ച് കൂടലിന് വേദിയായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രമേയമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഒരുമിച്ച് കൂടലിന് പല സ്വഭാവത്തിലുള്ള പ്രത്യേകതകളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഉസ്താദ് അലി മണിക്ഫാനെ കുറച്ചു നേരത്തെയാണ് അദ്ദേഹത്തെ കേരളക്കാർക്ക് പല സ്വഭാവത്തിൽ അദ്ദേഹത്തെ കുറിച്ച് കേട്ടറിവുകളും ധാരണകളും ഒക്കെ ഉണ്ട് എങ്കിലും ഈ ഒരു പത്മശ്രീ പോലെയുള്ള ഒരു പുരസ്കാരം ആ ഒരു അറിവിനെ കുറെ കൂടി വിശാലമാകാനും കുറച്ചുകൂടി ആളുകളിലേക്ക് ആരാണ് ഈ ഒരു പ്രതിഭ എന്ന് കുറച്ചുകൂടിയൊക്കെ മനസ്സിലാവാനൊക്കെ കഴിഞ്ഞു എന്നുള്ള സന്തോഷം നമുക്കിതിലുണ്ട്. യൂത്ത് ഇന്ത്യ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് ഒരു പത്മശ്രീയെ മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് അല്ല നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായത്. അതിനപ്പുറത്ത് ചരിത്രം നമ്മോട് പരിചയപ്പെടുത്തിയ, നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിരന്തരം ഉന്നയിക്കാറുള്ള, നമ്മൾ കോട്ട് ചെയ്യാറുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവര് ദീൻ മാത്രം അറിയുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. അതിലപ്പുറത്ത് ലോകത്ത് വ്യത്യസ്ത കാലങ്ങളിൽ, വ്യത്യസ്ത കാലയളവുകളിൽ ലോകത്തിന് വലിയ സംഭാവനകൾ സമർപ്പിച്ച, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ, ശാസ്ത്ര വിഷയങ്ങളിൽ ഒക്കെ ഒരുപാട് സംഭാവനകൾ സമർപ്പിച്ച അവിസന്നയെ പോലെ, ഖവാരിസ്മിയെ പോലെ, നമ്മളങ്ങനെ ഹൈത്തമിയെ പോലെ നമ്മൾ നിരന്തരമായിട്ട് പറയാറുള്ള ഒരുപാട് പേരുകളുണ്ട്. ആ ഒരു ചരിത്രമാണ് നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നത്. അതേസമയം അത് ചരിത്രം മാത്രമല്ല എന്നും നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ആഘോഷിക്കേണ്ടുന്ന, നമ്മൾ ഇനിയും പറയേണ്ടുന്ന, നമ്മൾ ഇനിയും പരിചയപ്പെടേണ്ടുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ തന്നെ ഇടയിലുണ്ട് എന്നൊക്കെയാണ് ഉസ്താദ് അലി മണിക്ഫാൻ പോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ, അദ്ദേഹത്തെ കുറിച്ച അറിവുകൾ നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്നത്. ആ നിലക്ക് അന്തസ്സിന്റെ, അഭിമാനത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രതീകം കൂടിയായിട്ട് നമുക്ക് പുതിയ കാലത്ത് പരിചയപ്പെടുത്താൻ മാത്രമുള്ള സംഭാവനകളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടുത്തങ്ങളുടെ കപ്പിത്താൻ എന്ന പേരിലും, മാൻ ഇൻ മില്യൺസ് എന്നുള്ള പേരിലൊക്കെ പല വിശേഷണങ്ങളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പ്രത്യേകമായ മേഖലയിൽ മാത്രം പരിമിതപ്പെടാതെ ഒരു വളരെ പെർട്ടിക്കുലറായിട്ട് ഒരു ജീവിത വീക്ഷണം കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്റെ ജീവിതം തന്നെയും ഒരു വലിയ ഒരു സന്ദേശമായിട്ട്
ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിൽ ഉസ്താദ് അലി മണിക്പാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുക. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 5 വർഷം മുമ്പ് അദ്ദേഹത്തെ ായിരിക്കുന്ന സമയത്ത് അവിടെ സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ കുറച്ചുകൂടി അടുത്തിരുന്ന് കേൾക്കാനും സാധിച്ചപ്പോൾ തന്നെ ആ ഒരു വ്യക്തിത്വത്തിന്റെ ആഴ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യമുള്ള വിഷയങ്ങളെ കുറിച്ച്, എക്സ്പെർട്ടൈസിനെ കുറിച്ച് പല സ്വഭാവത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് അതിഥികൾ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ജീവിച്ച ഏറ്റവും എന്താ പറയുക, അങ്ങനെ തന്നെ പരിചയമുള്ള, കൂടെ ജീവിച്ച് പരിചയമുള്ള, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്ത് പരിചയമുള്ള ആളുകളാണ് നമ്മളെ കൂടെ ഈ പരിപാടിയിൽ എന്നുള്ളതാണ്. അത് കെ സുഹൈൽ സാഹിബ് ആണെങ്കിലും അതുപോലെ തന്നെ അഷ്കർ കബീർ ആണെങ്കിലും ഒക്കെ ഈ രൂപത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ടാവുന്നുള്ളതാണ്. അതുപോലെ അലി മണിക്ഫാന്റെ മകൾ അഫ്ന മണിക്ക ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അവർക്കും നമ്മളോട് കുറച്ചുകൂടി വ്യത്യസ്തമായ, അതൊന്നും നമ്മുടെ ഇതുപോലുള്ള ഒരു സൊസൈറ്റിക്ക് തികച്ചും വ്യത്യസ്ത അനുഭവങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാത്തിരിക്കുന്ന സംസാരങ്ങൾ വരാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഏതായാലും നമുക്കിനിയും ഒരുപാട് നമ്മളുടെ അന്വേഷണങ്ങളുടെ മനസ്സിനെയും നമ്മളുടെ അറിവന്വേഷണത്തിന്റെ മനസ്സിനൊക്കെ ഒരുപാട് പ്രചോദിപ്പിക്കേണ്ടുന്ന ഒരു വലിയ സാന്നിധ്യമായിട്ട് ഉസ്താദ് അലി മണിക്ഫാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ സന്തോഷവും, അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു പത്മശ്രീ ഉൾപ്പെടെ പുരസ്കാരങ്ങളെ അതിനൊക്കെ വലിയൊരു സന്തോഷം യൂത്ത് ഇന്ത്യ യുടെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 1000 സ്നേഹം. നന്ദി ഷഫീഖ് സാഹിബ്. അടുത്തതായിട്ട് നമ്മോട് സംവദിക്കുന്നത് അലി മണിക്ഫാന്റെ മകളും ആമിന മണിക്കയാണ്. സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേൾക്കാം. എന്റെ വാപ്പാക്ക് ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയത് കാരണം വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്റെ വാപ്പ എന്നെ സ്കൂളിലൊന്നും അയച്ചില്ല, എല്ലാ കാര്യങ്ങളും വാപ്പ പഠിപ്പിച്ചു തന്നു. അത് പിന്നെ വലിയ ഒരു ഇതാണ് വാപ്പാക്ക് ഇത്രയും കിട്ടിയത്. വാപ്പ കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വാപ്പ എന്റെ മക്കളെ വരെ വാപ്പയാണ് പഠിപ്പിച്ചത്. അതുപോലെ കുറെ കാര്യങ്ങൾ നാച്ചുറലായിട്ട് നമുക്ക് ജീവിക്കാനുള്ള മാർഗവും ഹോസ്പിറ്റലിലൊന്നും പോവാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കുറെ പഠിപ്പിച്ചു തന്നു. പിന്നെ ഇനി കുറെ പറയാനുണ്ട്, പക്ഷെ അത് ഇപ്പൊ ഈ അവസരത്തിൽ പറയാൻ സമയമില്ല. എല്ലാവരും കുറെ സംസാരിക്കണം, അത് കാരണം ചുരുക്കുന്നു. മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് ഇതൊക്കെ. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എന്തെങ്കിലും അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും അന്വേഷണം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും അവരോടുള്ള എന്തെങ്കിലും അന്വേഷണങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇപ്പൊ 5 മിനിറ്റ്. അവരുടെ ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയ നല്ലതല്ലേ? തീർച്ചയായിട്ടും. വോയിസ് മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഹലോ,
പറഞ്ഞോളൂ. എനിക്ക് 5 പെൺമക്കളാണ്. ഇപ്പൊ എല്ലാവരും ഇവിടെ ഇല്ല. മൂത്ത 2 ദ്വീപിൽ പോയിട്ടുണ്ട്. 2ാമത്തെ മകള് എന്നെ പോലെയാ, പാപ്പ പഠിപ്പിച്ചു തന്നെ ഇല്ല, സ്കൂളിലൊന്നും പോയിട്ടില്ല. ഇവിടെ ഇപ്പൊ ഉള്ളത് 3 മക്കളാ. ഏറ്റവും ഇളയ ആള് മാത്രമാണ് കംപ്ലീറ്റ്ലി ആദ്യം മുതൽ സ്കൂളിൽ പഠിക്കുന്നത്. പിന്നെ 3ാമത്തെ മോൾ ഇവിടെ ഉണ്ട്, ഇപ്പൊ കോളേജിൽ എത്തിയിട്ടുണ്ട്. അവള് 4ാം ക്ലാസ്സിലാ സ്കൂളിൽ പോയത്. വാപ്പ ഉണ്ടായിരുന്നു ഇവിടെ, അത് കാരണം സ്കൂളിൽ പോയില്ല. ഇപ്പൊ പിന്നെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതന്നെ കുട്ടികൾ പഠിക്കാൻ നല്ലതാണ്. ഗവൺമെന്റ് സ്കൂൾ തന്നെ മതി കുട്ടികൾ പഠിക്കാൻ, നന്നായിട്ട് അവർ പഠിക്കും. പക്ഷെ ഈ നമ്മൾ കുറെ പൈസ ചെലവാക്കുന്നത് ഇന്ന് എല്ലാവരും അസുഖത്തിനും പഠിത്തത്തിനുമാണ്. അത് ആവശ്യമില്ലാത്ത പരിപാടിയാണ്. ശരിക്കും കുട്ടികൾക്ക് LKG UKG ഒന്നും ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്, എന്റെ അനുഭവമാണ്. അതുപോലെ മെഡിസിൻസ് ഒന്നും ആവശ്യമില്ല. ഇപ്പൊ വാപ്പ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൊറോണ തന്നെ അത് ശരിക്കും വാപ്പാക്ക് വന്നത്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഖുറാനിൽ പറയുന്നത് പോലെ മിനസ്തവറാത്തി റിസ്കല്ലക്കും, അതുപോലെ നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ മതി, എല്ലാ അസുഖവും മാറി കിട്ടും. അൽഹംദുലില്ലാ. വേറെ എന്തെങ്കിലും ചോദിക്കണോ? ചോദിച്ചോൾ. കുറെ അനുഭവങ്ങൾ. അതുപോലെ തന്നെ എല്ലാവർക്കും ചോദിക്കാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിത രീതികളെ കുറിച്ച്. സ്വാഭാവികമായിട്ട് വാപ്പ എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നത്. രീതിയാണെന്നൊക്കെ. അതെ, ജീവിത രീതി അങ്ങനെ തന്നെ ആയിരുന്നു. വാപ്പ പണ്ട് മുതലേ ഒരു പണി എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി വാപ്പ ചെയ്യും, ഒന്നിനെയും അങ്ങനെ ഒഴിവാക്കി പോകില്ല. അങ്ങനെയായിരുന്നു വാപ്പയുടെ സ്വഭാവം. അതുപോലെ കുട്ടികളെ എങ്ങനെയെങ്കിലും പഠിത്തത്തിന് ഇഷ്ടപ്പെടുന്ന മാതിരി കൊണ്ടുപോകും, അങ്ങനെ പഠിക്കും. അതുപോലെ വാപ്പയുടെ ജീവിതം എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം മാറി. ഇപ്പൊ ഒരു മെഡിസിനും കഴിക്കാറില്ല, അതുണ്ട് കുറെ. പിന്നെ എല്ലാം നാച്ചുറലായ മാർഗത്തിൽ തന്നെ വാപ്പ പഠിപ്പിക്കുന്നത്, അതാ മെയിൻ. ഞാൻ തീരെ സ്കൂളിൽ പോയിട്ടില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അതായത് പിന്നെ ഔദ്യോഗിക വിദ്യാഭ്യാസം മക്കൾക്ക് ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ സിലബസ്, അതുപോലെ പഠിപ്പിക്കുന്ന സമയം ഒക്കെ കുറച്ച് ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ അറിയാൻ കൗതുകമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ സമയം വേറെ വേറെ അങ്ങനെ ഒന്നും വെക്കളില്ല വാപ്പ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മാതിരി അങ്ങനെ ഓരോന്നും കുറച്ചങ്ങനെ പഠിപ്പിച്ചിട്ട് വിടും. അപ്പൊ നമ്മൾ പഠിക്കും. ഇതില് മെയിനായിട്ട് 2 ഇത്തമാരും ഇക്കൊക്കെ സ്കൂളിൽ പോയിരുന്നു, മദ്രസയിൽ പോയിരുന്നു. ഞാൻ മാത്രമാണ് തീരെ സ്കൂളിൽ പോകാത്തത്. അത് വാപ്പ നമ്മൾ അങ്ങനെയാണ് ആദ്യം പറയണം. ശരിക്കും ഖുറാനിന്റെ ആയത്ത് പോലെയാ, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീന്റെ അതേപോലെയാ. ആദ്യം പറയണം, പിന്നെ പഠനം, പിന്നെ എഴുത്ത്. അങ്ങനെയാണ് ഇത് ശരിക്കും വരുന്നത്. ശരിക്കും നോക്കിയാലും അതാ ശരി. പക്ഷെ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ആദ്യം അവര് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് കുട്ടികൾ പഠിക്കാൻ ഇഷ്ടമില്ലാതെ ആയി പോകുന്നത്. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കണോ? അതുപോലെ ഉപ്പയുടെ നിരീക്ഷണങ്ങളെല്ലാം നടത്തുന്ന ഒരു സംവിധാനം, ഒരു ലാബ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പറയുന്ന ഒരു സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ലാബ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ. കുറെ ഞങ്ങൾ മരങ്ങൾ പിടിപ്പിക്കും, ഓരോന്നും ഓരോ റിസർച്ച് ചെയ്യും, അങ്ങനെ ആയിരുന്നു. ഇവിടെ വള്ളിയൂര് നമ്മൾ ആദ്യം വന്നപ്പോ ചെടികളൊന്നും ഇല്ല, ഫുൾ മുൾച്ചെടികളായിരുന്നു. അപ്പൊ അതെങ്ങനെ സ്വന്തം എങ്ങനെ ശരിയാവുന്ന നമ്മൾ നോക്കി. അങ്ങനെയാണ് എല്ലാം നാച്ചുറൽ ഇതാണ് പാപ്പ ചെയ്യുന്നത്. പിന്നെ വേറെന്താ? വലിയ കുളം ഒരെണ്ണം വെട്ടിയിരുന്നു. പിന്നെ കറണ്ട് ഇതാണ്, സോളാറും വിൻഡ് മിൽ എനർജിയാണ്.
അത് സ്വന്തമായിട്ട് നിർമ്മിച്ചതാണോ? അതെ അതെ, സ്വന്തമായിട്ട് വാപ്പ നിർമ്മിച്ചത്. കാർ ഡൈനമോ കൊണ്ടാണ് ഈ വിൻഡ് മിൽ ഇതാക്കിയത് വാപ്പ. പിന്നെ പേനൽ വെച്ചിരുന്നു, വെയിലിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ പിന്നെ കുടിക്കാൻ മളവെല്ലാം ഉപയോഗിക്കുന്നത്. അങ്ങനെയായിരുന്നു, എല്ലാം നാച്ചുറൽ തന്നെ. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്നു, അൽഹംദുലില്ലാ. പക്ഷെ കറണ്ടിന്റെ ഇത് ഇപ്പൊ മാറി. അതുപോലെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൂടിയുണ്ട്, ചോദിക്കാം. ടെക്സ്റ്റ് ആയിട്ടും അയക്കോട്ടെ, ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഞാന് നിങ്ങളുടെ ഉപ്പാനെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മാവിന്റെ വീട്ടിൽ വെച്ചിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഭക്ഷണ രീതിയൊക്കെ. ഈത്തപ്പഴവും തേങ്ങയുടെ പൂള്, പിന്നെ കട്ടൻ ചായ മധുരമില്ലാതെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നേരത്തെ കിടന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ പാട് കിടക്കാൻ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും കൂടി ആയിരുന്നു അന്ന് എൻ്റെ അമ്മാവിന്റെ വീട്ടില് ഈ കലണ്ടർ ഉണ്ടായിരുന്നല്ലോ, ചന്ദ്രമാസ കലണ്ടർ. അതിന്റെ ആവശ്യത്തിനായിട്ട് കോഴിക്കോട് വന്നപ്പം അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നു. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടാവുക എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പുരസ്കാരം ലഭിച്ചു എന്ന് അറിഞ്ഞപ്പം വളരെ സന്തോഷവും അത്ഭുതവും, ഈ പുരസ്കാരം ലഭിച്ച ആളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അള്ളാ എൻ്റെ സലാം വാപ്പയെ അറിയിക്കുക. എന്നെ ഓർമ്മ ഉണ്ടാവില്ല, കാരണം 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വാപ്പയെ കണ്ടത്. അത്രേ ഉള്ളൂ. ജസാഖല്ലാഹ് ഖൈർ. നമ്മള് അടുത്ത സംസാരത്തിലേക്ക് കടക്കാണ്. നമ്മുടെ പിന്നെ ഈ വിഷയത്തിലേക്ക് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂത്ത് ട്രാവൽ അംബാസിഡറും, യൂത്ത് ഇന്ത്യയുടെ യൂത്ത് ട്രാവൽ അംബാസിഡറും പിന്നെ എഴുത്തുകാരനും യാത്രികനും ഒക്കെയായ അദ്ദേഹത്തിന്റെ സുഹൃത്തൊക്കെയായ അഷ്കർ കബീറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم. إن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ സ്നേഹം നിറഞ്ഞ ആമിനയിത്ത, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടി നടക്കുമെന്നോ അല്ലെങ്കിൽ ഒരു പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ അദ്ദേഹം ഇത്രയും പ്രായമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുമെന്നോ വിചാരിക്കാത്ത ഒരു സന്ദർഭത്തിലും ഒരു അന്തരീക്ഷത്തിലും ഒരു കാലാവസ്ഥയിലുമാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ മനോഹരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും അതിൽ എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്. ശരിക്കും ആമിന മണിക്ക, അവര് മണിക്ക, ഈ മണിക് ഫാൻ എന്നുള്ളത് മിനിക്കോയിൽ ശരിക്കും അവരുടെ ഈ കുടുംബ പേരാണ്. സ്ത്രീകളെ സാധാരണ വിളിക്കാറുള്ളത് മണിക്ക എന്നാണ്. അപ്പൊ ആമിനയത്തെ ഇപ്പം സംസാരിച്ചു പോയി, അവരോട് എത്ര മണിക്കൂറുകളോളം സംസാരിച്ചാലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ വാപ്പയുടെ തനി പകർപ്പായിട്ട് കിട്ടിയിട്ടുള്ള ഒരു മകൾ, 3 പെൺമക്കളും ഒരു മകനുമാണുള്ളത്. അതില് അവരാണ്, ആമിനയത്തയാണ്.
ഞാൻ 2010 മുതലാണ് അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുത്ത് ബന്ധപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹവുമായിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വള്ളിയൂർ എന്ന സ്ഥലമുണ്ട്. വള്ളിയൂർ എന്ന സ്ഥലം നമ്മളൊന്ന് പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. ഇദ്ദേഹത്തില് എനിക്ക് ഇപ്പോഴേ ആലോചിക്കുമ്പോൾ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളോ ഗവേഷണങ്ങളോ അതിലുപരി അദ്ദേഹം ജനിച്ചത് മിനിക്കോയിലാണ്. മിനിക്കോയ് എന്ന ലക്ഷദ്വീപിലെ വേറിട്ട ഐലൻഡാണ്, ദ്വീപാണ്. പക്ഷെ യഥാർത്ഥത്തില് മിനിക്കോയ് ഈ ദ്വീപിൽ മാത്രമാണ് 2 രൂപഭാവങ്ങളിലുള്ള ലക്ഷദ്വീപിലെ മറ്റു ഐലൻഡുകളെ, അതായത് ബാക്കിയുള്ള ജനവാസമുള്ള 9 ദ്വീപുകളെ അപേക്ഷിച്ച് ഈ മിനിക്കോയിലാണ് 2 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ 2 തവണ മിനിക്കോയിൽ പോയി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ തറവാട്ടിലും പോയിരുന്നു. ഒന്ന്, മിനിക്കോയ് മുമ്പ് മാൽദീവ്സിന്റെ ഭാഗമായി. അപ്പൊ മാൽദീവ്സിലെ ജനങ്ങളുടെ രൂപഭാവങ്ങളോട് കൂടിയ ഒരു വിഭാഗത്തെ നമുക്ക് മിനിക്കോയിൽ കാണാം. അല്ലാതെ മറ്റു ഐലൻഡുകളിലുള്ള ലക്ഷദ്വീപിലെ മറ്റ് ഐലൻഡുകളിലുള്ള ജനവിഭാഗങ്ങളുടെ ഒരു പതിപ്പിനെയും നമുക്ക് മിനിക്കോയിൽ കാണാം. പക്ഷെ ഇദ്ദേഹം മിനിക്കോയ് ഐലൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മിനിക്കോയില് ഇന്നും അന്നും ഒരു പരിധിവരെ അവിടെയുള്ള പുരുഷന്മാരൊക്കെ ഈ കടൽ ജോലികളുമായി വ്യാപൃതരാണ്. കടൽ ജോലികൾ എന്ന് വെച്ചാൽ കപ്പൽ ജോലികളുമായിട്ട് വ്യാപൃതരാണ്. കപ്പലിലെ ഉദ്യോഗസ്ഥരായിരിക്കും പലരും. മറ്റ് ഐലൻഡുകളിൽ അത് കാണാൻ കഴിയില്ല. പക്ഷെ കപ്പലിന്റെ ഉദ്യോഗസ്ഥരായിരിക്കും പലരും എങ്കിൽ പോലും കപ്പൽ നിർമ്മാണം വശമുള്ള ആൾക്കാരല്ല മിനിക്കോയ്ക്കാർ. ലക്ഷദ്വീപിലെ പഴയ കപ്പലുകളെ ഓടം എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഈ ഓടം നിർമ്മാണത്തിന് വളരെ പ്രശസ്തമായ ഐലൻഡ് ചെത്ലാത്ത് എന്നൊരു ഐലൻഡാണ്. പക്ഷെ മിനിക്കോയ് പണ്ട് അദ്ദേഹം ജനിച്ചുകൊള്ളുന്ന സമയത്തൊക്കെ മാൽദീവ്സിന്റെ ഭാഗമായിരുന്ന മിനിക്കോയിൽ നിന്നാണ് അദ്ദേഹം കപ്പലുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അദ്ദേഹം കപ്പലുകളുടെ ഘടനയെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും പിന്നീട് അവിടെ നിന്ന് കിട്ടിയ ഈ പ്രായോഗിക ജ്ഞാനത്താലാണ് അദ്ദേഹം പിന്നീട് ഈ അയർലൻഡിലെ സഞ്ചാരിയായ ടിം സെവറിന് വേണ്ടി ഈ സൊഹാർ എന്ന കപ്പൽ നിർമ്മിച്ചു കൊടുത്തു. അത് മിനിക്കോയിൽ വന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് കപ്പലുകൾ വരും. അവിടെ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്ത ജ്ഞാനമാണ്. അപ്പൊ ഒന്ന്, അദ്ദേഹം മിനിക്കോയ്ക്കാരനാണ്. മിനിക്കോയിൽ നിന്ന് അദ്ദേഹം നേരിട്ട് വരുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് പിന്നീട് അദ്ദേഹം താമസമാകുന്നത്, ശരിക്കും സ്ഥിര താമസമാകുന്നത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലെ വള്ളിയൂരാണ്. ഞാൻ വള്ളിയൂരിനെ കുറിച്ച് പറഞ്ഞത്, വള്ളിയൂർ ശരിക്കും തിരുനെൽവേലിയിലാണ് ഇന്ന്. ഈ വള്ളിയൂർ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം, വള്ളിയൂരിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ മുപ്പന്തൽ എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ മുപ്പന്തൽ. വള്ളിയൂരും അങ്ങനെ തന്നെയാണ്. അപ്പൊ വള്ളിയൂരിലെ മടപ്പുറം എന്ന ഗ്രാമത്തിൽ വളരെ വിജനമായി കിടന്ന പ്രദേശത്താണ് അദ്ദേഹം അനേകം വർഷങ്ങൾക്ക് മുമ്പ് അതിനെ പൊന്നാക്കി മാറ്റിയത് എന്ന് നമുക്ക് ആലങ്കാരിക ഭാഷയിലും പറയാം. അവിടെ അദ്ദേഹം മുമ്പ് നിർമ്മിച്ച വീട് ഇപ്പൊ പള്ളിയാണ്. വീടായിട്ട് അദ്ദേഹം വീട് നിർമ്മിച്ചു എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ വീട് നിർമ്മിച്ചു. അതായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഈ ആമിന ഇത്ത ഉൾപ്പെടെയുള്ള മക്കളും കൂടെ ചേർന്നിട്ടാണ് വീട് കെട്ടിപ്പൊക്കുന്നത്. ആ വീടില് വാതിലുകളോ ജനലുകളോ ഇല്ലാത്തൊരു വീടാണ്. ഈ ആമിനത്താക്ക് നേരത്തെ അവർ തന്നെ പറഞ്ഞു 5 പെൺകുട്ടികളാണ്. അപ്പൊ കുട്ടികളൊക്കെ വളർന്നപ്പോ പിന്നെ അവിടെ താമസിക്കുന്നത് കുറച്ച് സുരക്ഷാ പ്രശ്നം വന്നപ്പോൾ മാത്രമാണ് അവർ വേറൊരു വീട് ഇങ്ങോട്ട് മാറ്റിയെടുത്തത്. അവിടെ ഒരു വീട് നിർമ്മിച്ചു അനേകം വർഷങ്ങൾക്ക് മുമ്പ്. മറ്റൊന്ന്, ഈ വീടിനോടനുബന്ധിച്ച് ഒരു സോളാർ പ്ലാന്റേഷൻ അന്ന് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സോളാർ എനർജിയിൽ ഒരു പ്ലാന്റേഷൻ അദ്ദേഹം നിർമ്മിച്ചു. വൈദ്യുതി ഉൽപാദനത്തിന് പുതിയ പരീക്ഷണങ്ങൾ നടത്തി. അവിടെ വെച്ചാണ് അദ്ദേഹം സൈക്കിൾ നിർമ്മിക്കുകയും രാമേശ്വരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മകൻ മൂസ മണിക്ഫാനും കൂടെ ഡൽഹി വരെ യാത്ര പോവുകയും ചെയ്തത്. അതൊക്കെ ഈ വള്ളിയൂരാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പം ഒരേ സമയം ലക്ഷദ്വീപിന്റെയും തമിഴ്നാട്ടിന്റെയും കേരളത്തിന്റെയും എല്ലാ വിധത്തിലുള്ള മനോഹാരിതയും ഒത്തുചേർന്ന ഒരു വ്യക്തി, സൗന്ദര്യം ഒത്തുചേർന്ന വ്യക്തിയാണ് മണിക്ഫാൻ. ശരിക്കും അദ്ദേഹം ഈ ഭാഷാ പഠനം, അദ്ദേഹത്തിന്റെ ഭാഷയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭാഷാജ്ഞാനത്തെ കുറിച്ചൊക്കെ നമ്മൾ അത്ഭുതം കൊള്ളുന്ന ഒരു കാര്യം എന്തെന്നാൽ, സാധാരണ ഈ ഭാഷ എപ്പോഴും വികസിപ്പിച്ചു കൊണ്ടിരിക്കാറാണ് പലരും പതിവ്, നിരന്തര വായനയിലൂടെ. അദ്ദേഹം അങ്ങനെ നിരന്തരം വായിക്കുന്ന ആളല്ല അലി മണിക്ഫാൻ.
പക്ഷെ അദ്ദേഹം അപൂർവമായി മാത്രം അദ്ദേഹം പുസ്തകങ്ങളുമായിട്ട് ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. കാരണം അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹം ഭാഷയിലൂടെ പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെത്തിയെടുക്കുന്നു. ബാക്കി അദ്ദേഹം അധികവും അദ്ദേഹത്തിന്റെ ജ്ഞാനം നിരീക്ഷണത്തിലൂടെയാണ്. ഞങ്ങള് ഈ മണിക്ഫാനുമൊത്ത് ലക്ഷദ്വീപില് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ചിത്രീകരണത്തിന് പോയി. അപ്പൊ കപ്പലില് കുറച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ കാണാനില്ല. അതായത് നമുക്ക് കപ്പലിൽ ഒരാളെ കാണാനില്ലെങ്കിൽ അത് ഇങ്ങനെ നടന്ന് കണ്ടെത്തണം, വേറെ മാർഗങ്ങളില്ല. ഞങ്ങൾ കുറെ അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല. പിന്നെ നോക്കുമ്പോ അദ്ദേഹം പിന്നെ കാണുന്നത് ഈ കപ്പൽ ജീവനക്കാർക്ക്, അന്ന് MV കവരത്തി എന്ന കപ്പലിലുള്ള ഉദ്യോഗാർത്ഥി, അവിടുത്തെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പറയുന്ന നേവിഗേഷനെ കുറിച്ച് അലി മണിക്ഫാൻ അന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളോട് പിന്നെ അവർ വന്ന്, ഈ കപ്പലിലെ ഉദ്യോഗാർത്ഥികൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് വന്ന് ക്ഷമ ചോദിച്ചു. ഇത് അപ്പം കേരളീയ പൊതുമണ്ഡലത്തിൽ പൊതുവെ അദ്ദേഹത്തെ ഒരു കലണ്ടറിന്റെ വക്താവായിട്ട് മാത്രം ചിത്രീകരിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഈ അദ്ദേഹത്തെ കുറിച്ച് ടിം സെവറിൻ ആണ് ശരിക്കും പറഞ്ഞ മാൻ ഇൻ മില്യൻസ് എന്ന വിശ്ലേഷണം നടത്തിയത്. സേവിയർ റൊമേരിയോ ഫ്രിയസ് ആന്ത്രോപോളജിസ്റ്റ് ആണ്, സ്പാനിഷ് ആന്ത്രോപോളജിസ്റ്റ്. അദ്ദേഹം ഒരു പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തത്. സേവിയർ റൊമേരിയോ ഫ്രയസ് മണിക്ഫാനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് ധാരാളം വാചാലനാകുന്ന വ്യക്തിയാണ്. മാൽദീവ്സിലെ ഈ പറയുന്ന ഫോക്ക് ടൈൽസ്, നാടോടി കഥകൾ, മാൽദീവ്സ് വളരെ വിശാലമായി കിടക്കുന്ന ദ്വീപ സമൂഹങ്ങളാണ്. ഈ മാൽദീവ്സിലെ ഫോക്ക് ടൈൽസ് നിരന്തരമായി ഒരുപാട് വർഷത്തെ ഗവേഷണ ഫലമായി ഈ സേവിയർ റൊമേരിയോ ഫ്രയസ് അതിന്റെ പിന്നാലെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം അതിനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഫോക്ക് ടൈൽസ് ഓഫ് ദ മാൽദീവ്സ് എന്ന ഒരു പുസ്തകം തന്നെ സേവിയർ റൊമേരിയോ ഫ്രയസിനുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് വളരെ ആദരവോടെ സ്മരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എല്ലാ ബഹുമാനം അർപ്പിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ അലി മണിക്ഫാൻ. മണിക്ഫാനെ കുറിച്ച് ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ സേവിയർ റൊമേരിയോ ഫ്രയസ് വളരെ വാചാലനാകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ രാമേശ്വരത്ത് അലി മണിക്ഫാനുമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില രംഗങ്ങൾ ചിത്രീകരിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ഈ രാമസേതുവുമായി ബന്ധപ്പെട്ട് ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഈ സേതു എന്ന പദം, ഈ രാമസേതു എന്ന, അതായത് അവിടുന്ന് ശ്രീലങ്ക, ഈ രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടി പോയി കഴിഞ്ഞാൽ ധനുഷ്കോടി നിന്ന് ഒരു 28 കിലോമീറ്റർ ഉള്ളൂ ശ്രീലങ്കയ്ക്ക് കടൽ മാർഗം. അപ്പൊ ഈ രാമസേതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ സീദ് എന്നൊരു പ്രവാചകനെ കുറിച്ച് തഫ്സീറുകളിൽ കാണാം. ഈ സീദ് എന്ന പ്രവാചകനാവാം ഒരുപക്ഷെ സേതു എന്ന രൂപത്തിൽ മാറിയത്. അതുപോലെ തന്നെ ഈ രാമേശ്വരത്ത് തന്നെ 2 ദർഗകളുണ്ട്. അത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ പോലും ആ 2 ദർഗകൾക്കും പേര്, ഒന്ന് ഹാബീൽ, മറ്റൊന്ന് ഹാബീൽ മക്ബറ എന്നാണ്. അപ്പൊ മണിക്ഫാൻ അന്ന് പറഞ്ഞത്, ലോകത്ത് ഒരു സ്ഥലത്തും ഹാബീലിന്റെയും ഹാബീലിന്റെയും പേരിൽ അറിയപ്പെടുന്ന മക്ബറകളില്ല. ശരിക്കും ഈ ആദം മല, ശ്രീലങ്കയിലെ ആദം മലയ്ക്ക് ഒരുപക്ഷെ ആദം നബിയുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല, അത് മിത്തിനെ കേന്ദ്രീകരിച്ചായിരിക്കാം. പക്ഷേ ഈ പറയുന്ന ഈ ഹാബീൽ കാബീൽ മക്ബറകളെ, അതുപോലെ തന്നെ ആദം നബിയുമായി ബന്ധപ്പെട്ട ശ്രീലങ്കയുടെ പരാമർശങ്ങളെ വീണ്ടും പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത്. ഇങ്ങനെ വളരെ ചില ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം പലപ്പോഴും നടത്താറുണ്ട്. അതൊന്നും രേഖപ്പെടുത്തി വെക്കാറോ അദ്ദേഹം ഒരു അക്കാഡമീഷ്യനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഭാഷകനോ എഴുത്തുകാരനോ അല്ലാത്തത് കൊണ്ട് അത് നമുക്ക് കിട്ടാതെ പോകുന്ന പലതുമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ മക്കളെ കുറിച്ചുകൂടെ ഞാൻ പറയാം. നേരത്തെ ആമിനേത്ത പറഞ്ഞു, അതില് ഓരോ മക്കളെ കുറിച്ചും അറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസ രീതിയുടെ ഒരു ഇത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് 8 വയസ്സ് വരെ കുട്ടികളെ നമ്മൾ ഒന്നും പഠിപ്പിക്കരുത്, അവർക്ക് കഥകൾ മാത്രം പറഞ്ഞു കൊടുക്കുക, ഒന്നും പഠിപ്പിക്കരുത്, പ്രത്യേകിച്ച് ഭാഷ അവരെ പഠിപ്പിക്കുകയേ ചെയ്യരുത് 8 വയസ്സ് വരെ. അതിനോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മാതൃഭാഷ എന്നൊരു ഭാഷയില്ല. നിങ്ങൾ കുട്ടികളോട് എന്താണോ സംസാരിക്കുന്നത് അതാണ് അവരുടെ മാതൃഭാഷ. ഈ ആമിനേത്തയുടെ മൂത്ത മകൾ മൈമൂന ഇന്ന് വീട്ടിലില്ല. മൈമൂന ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. മൈമൂന വളരെ ചെറുപ്പത്തിൽ തന്നെ ഫ്രഞ്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട്. മൈമൂന തമിഴ് നന്നായിട്ട് മൈമൂനയ്ക്ക് സംസാരിക്കാൻ അറിയാം. ഞങ്ങള് ഈ വള്ളിയൂർ ചെല്ലുമ്പോൾ അവര് ഞങ്ങളോട് ഒരിക്കലും തമിഴിൽ, ഇംഗ്ലീഷും തമിഴും ഒക്കെ അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം.
ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ തമിഴിൽ അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും അവർ തമിഴിൽ സംസാരിക്കില്ല, അവർ മലയാളത്തിൽ ഇങ്ങോട്ട് സംസാരിക്കും. പിന്നെ രണ്ടാമത്തെ കുട്ടിയുണ്ട് മുബീന. ആ കുട്ടി തീരെ സ്കൂളിൽ പോയിട്ടില്ല, പക്ഷെ അവള് നല്ലൊരു ഡ്രൈവറാണ്, നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഈ നമ്മുടെ ഇതില് ജോയിൻ ചെയ്ത ഒരു കുട്ടിയുണ്ട് ജമീല. അവള് ആ കുട്ടിയെ കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടിയാണ്. ഇങ്ങനെ ആ കുട്ടിയെ 5ാം ക്ലാസ്സിന് ശേഷമാണ് പഠിക്കാൻ പോയത്, അവൾ ഇതിലുണ്ട്. പിന്നെ വേറൊരു കുട്ടിയുണ്ട് തൊയ്യബ. ആ കുട്ടിയും വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ആക്റ്റീവായ കുട്ടിയാണ്. പിന്നെ സാറ എന്ന കുട്ടിയുണ്ട്. ആ കുട്ടി 9ാം ക്ലാസ്സിലെത്തി, അന്ന് ചെറിയ കുട്ടിയായിരുന്നു. ആ വ്ളോഗ് ചെയ്യുന്നുണ്ട് സാറ എന്ന കുട്ടി. അവള് സ്വയം വ്ളോഗ് ചെയ്യുന്നതാണ്. അത് ആ വ്ളോഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ ഒരു വ്ളോഗ് ഉണ്ട്, അത് അതിൻ്റെതായ നിലപാടുകളും കാഴ്ചപ്പാടുകളൊക്കെ അവതരിപ്പിക്കുന്ന വ്ളോഗുകളാണ്. അത് മാത്രമല്ല, ഈ കുട്ടികളെ കപ്പലിൽ ഞങ്ങളവിടെ ഉണ്ടായിരുന്നപ്പോഴേ അന്ന് സാറാക്ക് 1.5-2 വയസ്സേ ഉള്ളൂ. ഈ സാറ ഇങ്ങനെ കപ്പലിൽ നടന്നു പോന്നു. ഈ ആമിന ഇത്താക്ക് കുട്ടികളെ സംബന്ധിച്ച് യാതൊരു ആശങ്കയില്ല. ആ മോൾ എവിടെ പോയി, അവൾ മുകളിലാണോ ഉള്ളത് താഴെയാണോ ഉള്ളത് എന്ന് യാതൊരു ആശങ്കയില്ല. കാരണം കുട്ടികളെ അവരുടേതായ ലോകത്ത് സ്വതന്ത്രമായിട്ട് വിടുക എന്നുള്ളതാണ് ആ വീട്ടിൽ നമ്മൾ കാണുന്ന രീതി. എന്റെ സമയം വളരെ പരിമിതമാണ്. എന്തായാലും ഒരു പത്മശ്രീ എന്ന കളത്തിൽ ഒതുക്കേണ്ട വ്യക്തിത്വമല്ല അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് വളരെയധികം സംഭാവനകൾ നമ്മൾ പലപ്പോഴും ഏതോ ഒരു അർത്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെക്കാനോ അദ്ദേഹത്തിന്റെ സംഭാവനകളെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താനോ ഒക്കെ കേരളീയ പൊതുമണ്ഡലം പലപ്പോഴും തയ്യാറായിരുന്നില്ല. നമ്മുടെ മുസ്ലിം സൊസൈറ്റി പോലും അദ്ദേഹത്തെ ചില അക്കങ്ങളിൽ തളച്ചിടുന്ന ഒരു കാഴ്ചയാണ് പൊതുധാരയിൽ ഇതുവരെ കണ്ടുവന്നിരുന്നത്. അപ്പം നിരന്തരമായിട്ടും സഞ്ചരിക്കുന്ന, നിരന്തരമായ നിരീക്ഷണങ്ങൾ നടത്തുന്ന, നിരന്തരമായി മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം കൂടെയാണ് അലി മണിക് ഖാൻ. ആ അലി മണിക് ഖാനെ ശരിക്കും കാലഘട്ടങ്ങൾ കഴിഞ്ഞായിരിക്കും കൂടുതൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ അക്കാഡമിക് പ്രബന്ധങ്ങളായിട്ട് വരികയുണ്ടാവുക. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മീൻ തന്നെ ഉണ്ട് എന്നുള്ള, ആ മീനിനെ കുറിച്ചുള്ളതൊക്കെ ഈ രാമേശ്വരത്തെ ഇതിൽ പോയപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു. വീണ്ടും വീണ്ടും അദ്ദേഹത്തെ അടുത്തറിയും തോറും ആ വ്യക്തിത്വമുള്ള ആദരവാണ് നമുക്ക് കൂടുതൽ വർദ്ധിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. എല്ലാവരെയും കാണാൻ ഈ ഓൺലൈനിലൂടെയെങ്കിലും വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇതിലുണ്ട്, നാട്ടുകാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാതരം പ്രാർത്ഥനകളും. എന്റെ സംസാരം ഞാൻ ഉപസംഹരിക്കും. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈർ. വളരെ ബ്രീഫായിട്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ബൃഹത്തായ ജീവിതത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞ അഷ്കർ സാഹിബിന് നന്ദി. ഇനി അലി മണിക് ഖാൻ പരിപാടിയിലെ ചീഫ്, നമ്മുടെ മുഖ്യാതിഥി, നമ്മുടെ ക്യുൽ ഫൗണ്ടേഷൻ ഡയറക്ടറും അദ്ദേഹവുമായിട്ട് അലി മണിക് ഖാനുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്ന, ഏറ്റവും നന്നായി അദ്ദേഹത്തെ വീക്ഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കെ സുഹൈൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുകയാണ്. വളരെ വിശദമായി തന്നെ അഷ്കർ സാഹിബ്, അതുപോലെ ആമിനത്ത, നമ്മുടെ മണിക് ഖാൻ സാഹിബിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സന്ദേശവും എല്ലാം വളരെ ചുരുങ്ങിയ ഭാഷയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ ശരിക്കും മണിക് ഖാൻ സാഹിബിനെ പരിചയപ്പെടുന്നത് +2 പഠിക്കുന്ന സമയത്താണ്. +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ആസ്ട്രോണമി. അപ്പോൾ മണിക് ഖാൻ സാഹിബ് ഒരിക്കൽ കണ്ണൂർ വന്നപ്പോൾ ഒരു VIP പ്രോഗ്രാമിൽ, ഒരു ഫ്രൈഡേ ക്ലബിന്റെ പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് വാങ്ങി, വീട്ടിലേക്ക് വന്ന ഉടനെ ഒരു പോസ്റ്റ് കാർഡ്, 50 വയസ്സിന്റെ പോസ്റ്റ് കാർഡ് വാങ്ങി അദ്ദേഹത്തിന് ഒരു ലെറ്റർ എഴുതി. കുറച്ച് സംശയങ്ങളാണ് ചോദിച്ചത്. അത് കിട്ടിയ ഉടനെ അദ്ദേഹം ഉടനെ മറുപടി അയച്ചു. അതിൽ പറയുന്നത്, എനിക്ക് എന്നോട് +2 പഠിക്കുന്ന എന്നോട് പറയാണ്, ഞാൻ കണ്ണൂരേക്ക് വന്ന് നിങ്ങളെ കാണാം, എന്നിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം. അപ്പൊ അതെനിക്ക് ലൈക്ക് ഷോക്കിംഗ്, സർപ്രൈസിങ്, എന്താ പറയേണ്ടറില്ല. അപ്പൊ ഞാൻ വീട്ടിൽ ഭയങ്കര തുള്ളിച്ചാടിയായിരുന്നു ആ പോസ്റ്റ് കാർഡ് കിട്ടിയപ്പോൾ. അപ്പൊ മണിക് ഖാൻ സാഹിബ് മറുപടി അയച്ചത്,
പിന്നെ സാധാരണ ആളുകൾ എന്താ ചെയ്യുക, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പണ്ഡിതനൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മസിൽ പിടിക്കും, അദ്ദേഹത്തിന് നമ്മളെ ചോദ്യത്തിലുള്ള പിന്നെ തെറ്റുകൾ കണ്ടുപിടിക്കും, എന്നിട്ട് അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുക. പക്ഷെ അതൊന്നുമല്ല അദ്ദേഹത്തിന്റെ രീതി. അതേസമയം അദ്ദേഹം അതിനുശേഷം അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ നിരീക്ഷണ പാഠവും ഒബ്സർവേഷണൽ സ്കിൽസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷണീയമായി തോന്നുന്നത്. ഒന്നാമത്തത്. രണ്ടാമത്തത് ഞാൻ അദ്ദേഹത്തിൽ കണ്ടത് പിന്നെ കൺസിസ്റ്റൻസിയാണ്. അതായത് ഒരു സംഗതി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കി ഒരു സംഗതിയും അദ്ദേഹത്തെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കഴിയുകയില്ല. അദ്ദേഹം അങ്ങേയറ്റത്തെ കോൺസെൻട്രേഷനോട് കൂടി അങ്ങേയറ്റത്തെ ഫോക്കസ്ഡ് ആയിട്ട് മാത്രമേ അദ്ദേഹം മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന് ഈ രണ്ട് സംഗതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ജനിപ്പിച്ചത്. പിന്നെ അതേസമയം അദ്ദേഹത്തിന് സമൂഹത്തിൽ ലഭിച്ചത് ഗ്രോസ് അണ്ടർ എസ്റ്റിമേഷൻ ആയിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. അദ്ദേഹത്തെ മാത്രമല്ല, മൊത്തത്തിൽ തന്നെ ഷോ ഓഫ്, അതുപോലെ തന്നെ പ്രകടനപരത, പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സ്വീകാര്യത ലഭിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. അതൊരു ഈ കാപട്യം നിറഞ്ഞ ലോകത്തെ ഒരു ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ആളുകൾക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടണമെങ്കിൽ അയാൾ പണിയെടുക്കണം. വലിയ രീതിയിൽ ഇപ്പൊ ഈ പറയുന്ന പത്മ അവാർഡ്സ് തന്നെ കിട്ടുന്നതിൽ 90% ആളുകളും കുറെ വർഷങ്ങൾ എംപ്ലോയീസിനെ വെച്ചിട്ട് ലോബി ചെയ്ത് അതിനു വേണ്ടിയിട്ട് കുറെ മൂവ്സ് നടത്തിയിട്ട് അവസാനം അങ്ങനെയാണ് ഒരു അവാർഡൊക്കെ ഒരാൾ വിജയിക്കുന്നത് കോട്ട് ആൻഡ് കോട്ട്. പക്ഷെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ഉടനെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് അഭിനന്ദിക്കാൻ, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് മനസ്സുണ്ടായിട്ടല്ല, വെറുതെ ഒന്ന് വിളിച്ച് അഭിനന്ദിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അദ്ദേഹം ഉറങ്ങായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഫോൺ കൊടുത്തിട്ട് അദ്ദേഹം പറയാണ്, കുറെ ആളുകൾ വിളിക്കും, അപ്പോ പിന്നെ ഞാൻ ഉറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉറങ്ങാൻ പോയി. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രീതി, അദ്ദേഹത്തിന്റെ അപ്രോച്ച്. അത് ഈഗോ എന്ന് പറയുന്ന സാധനം ലെവലേശമില്ലാതെ സംഗതികളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നിടത്തും ആളുകളെ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന ഒരു നിലപാട് കൊണ്ടായിരിക്കും ആളുകൾ ഗ്രോസ് അണ്ടർ എസ്റ്റിമേഷൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോഴാണ് ആളുകൾ പൊന്നാട് അണിയിക്കലും അതുപോലെ വലിയ പ്രോഗ്രാം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് വരെ ഇത്രയും വലിയൊരു ലെജൻഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയപ്പോൾ അവിടെ കിങ് ഫഹദ് പിന്നെ സെന്റർ ഫോർ സയൻസസ് ആൻഡ് ഒബ്സർവേറ്ററിയിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ ഈ പിന്നെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് അതുപോലെ തന്നെ യൂണിഫൈഡ് ഇസ്ലാമിക് കലണ്ടറിനെ സംബന്ധിച്ച് വിശദമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് പോയതാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഉലമാക്കൾ അദ്ദേഹത്തെ വന്നിരുത്തി അദ്ദേഹത്തെ ആകെ എനിക്ക് തോന്നുന്നത് ഒരു 20 മിനിറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം എല്ലാവരും നമസ്കരിക്കാൻ രാവിലെ അത് 2 മാസം മുമ്പേ ആരോ ഒരു സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുള്ളത് അഡ്മിൻ മ്യൂട്ട് ചെയ്താൽ മതി എല്ലാവരും. അപ്പൊ പിന്നെ അദ്ദേഹം 2 മാസം മുമ്പേ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് സൗദി അറേബ്യയിലേക്ക് പോയി. അവസാനം അവിടുന്ന് ആ മീറ്റിംഗ് 2 മാസം മുമ്പ് ബുക്ക് ചെയ്ത മീറ്റിംഗ് എല്ലാ ആളുകളും വന്നിരുന്നു. എന്നിട്ട് 20 മിനിറ്റ് കൊണ്ട് ലുഹർ ബാങ്ക് കൊടുത്തു. അതിനുശേഷം പിന്നെ ആരും വന്നില്ല. ലുഹർ നമസ്കാരത്തിന് ശേഷം ഭക്ഷണം, പിന്നെ ഉറക്കം, പിന്നെ പിന്നീട് ആ സംസാരം നടന്നിട്ടില്ല. ഇങ്ങനെ കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയിട്ട് വളരെ സുപ്രധാനമായ മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന, മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗത്തെയും ബാധിക്കുന്ന, നമ്മുടെ നമസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഹജ്ജും അതുപോലെ ഈദും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്നല്ല, ഇസ്ലാമിക നാഗരികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോയിട്ട് അദ്ദേഹത്തിന് വേണ്ട പിന്നെ പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കേരള മുസ്ലിം ലീഡർഷിപ്പും ഇന്ത്യയിലെ മുസ്ലിം ലീഡർഷിപ്പും എല്ലാം നമുക്ക് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ ആ വിഷയത്തിൽ പറയാനായിട്ടുണ്ട്. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് ഇന്നും മണിക് ഖാൻ സാഹിബിനെ പോലെ പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് ഒരുപക്ഷെ ആളുകൾ ഇങ്ങനെ പിന്നെ തീർത്തും അംഗീകരിക്കപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് അറ്റ്ലീസ്റ്റ് അവരൊന്ന് കേൾക്കാൻ, അവർ പറയുന്നത് കേൾക്കാൻ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. ഈ പറയുന്ന അണ്ടർ എസ്റ്റിമേഷനിലൂടെ അവർ ഇൻവിസിബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്, അവർ അപ്രത്യക്ഷമാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഏതായാലും അദ്ദേഹം ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ സന്തോഷവാനാണ്, ഐ എം റിയലി ഹാപ്പി സുഹൈൽ. അദ്ദേഹം എപ്പോഴും ഇംഗ്ലീഷിലാണ് സംസാരിക്കുക, മക്കളോടൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ്. ഇവിടെ എന്നാലും ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പോ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 2
വീൽ ചെയർ, ഞാൻ ഒരു വീൽ ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ടാമത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വീൽ ചെയർ അല്ല, മറിച്ച് ട്രൈസൈക്കിൾ ആണ്. ആ ട്രൈസൈക്കിള് എൻ്റെ അയൽപ്പക്കത്തുള്ള ഹസൻ ഹുസൈന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ബാറ്ററിയിൽ ഓടുന്ന വണ്ടിയാണ്. അവർക്ക് ഈ കാലം അത്രയും അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ വണ്ടി കൊണ്ടാണ് ഇനി അവർ ലോകം കാണാൻ പോകുന്നത്. അവരുടെ അടുത്തുള്ള നൈബർഹുഡ്സിലൊക്കെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ബാറ്ററി തീരും. ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഐ നീഡ് ടു ബൈ എ ഡയോഡ് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വൈ ഡു യു ഹാവ് ടു ബൈ എ ഡയോഡ്? വൈ ഡോണ്ട് യു ബൈ എ ചാർജർ, റെഡിമെയ്ഡ് ചാർജർ? നോ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ലെറ്റ്സ് ബൈ എ ഡയോഡ്. അപ്പൊ അദ്ദേഹത്തിന് ഡയോഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെയും കൂടെ ഞാനിവിടെ കണ്ണൂരുള്ളൊരു സുന്ദർ റേഡിയോ ഇലക്ട്രോണിക്സിലേക്ക് പോയിട്ട് അവിടുന്ന് ആ ഡയോഡ് വാങ്ങി. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ഹസൻ ഹുസൈൻ ചിരിക്കുന്നത് കാണുമല്ലോ എന്നുള്ള സന്തോഷത്തില്. അപ്പോ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. പിന്നെ അദ്ദേഹം ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ പിന്നെ 2018 തോന്നുന്നുണ്ട് അദ്ദേഹം ഏറ്റവും അവസാനമായി മിനിക്കോയിൽ നിന്ന് നാട്ടിലേക്ക്, മെയിൻലാൻഡിലേക്ക്, ഇന്ത്യയിലേക്ക് വന്നത്, ബേസിക്കലി വള്ളിയൂരേക്ക് വന്നത്. 2018 എല്ലാം ഒഴിവാക്കി അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചെറിയൊരു ഒരു റൂമിൽ ഒരു കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ട്രൈസൈക്കിളും ബൈസൈക്കിളും അതുപോലെ പലതരത്തിലുള്ള ഇൻവെൻഷൻസും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എല്ലാ സാധനങ്ങളും ഒരുക്കൂട്ടി പല സ്ഥലങ്ങളിൽ നിന്നും, ആക്രിക്കടയിൽ നിന്നും അതുപോലെ കാറ് പൊളിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെതായ സങ്കല്പത്തിലുള്ള ഒരു പുതിയ കാർ, നോട്ട് സംതിങ് വിച്ച് ഇസ് എ റെപ്ലിക്ക ഓഫ് ദ എക്സിസ്റ്റിംഗ് മോഡൽസ്. അപ്പൊ ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ സാധനങ്ങളും ഒരുക്കി കൂട്ടിയ സമയത്താണ് പെട്ടെന്നൊരു വലിയ കാറ്റും കോളും പ്രളയമൊക്കെ ഉണ്ടായി. വീട്ടിന്റെ ഒരു ഭാഗം പൊളിയൊക്കെ ചെയ്ത് അവസാനം അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പിന്നീട് തീരുമാനിക്കുന്നത്. ഏതായാലും ആ ഒരുക്കൂട്ടിയ സ്വരൂപിച്ച സാധനങ്ങളൊക്കെ അദ്ദേഹം പിന്നീട് കുറച്ചായിട്ട് വിറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ ജീവിതം. ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ അടുത്തൊരു റോയൽ യോട്ട്സ് ഉണ്ടാക്കുന്ന, ഗൾഫിലുള്ള പിന്നെ അറബികൾക്കും അതുപോലെ തന്നെ യൂറോപ്പിലുള്ള വലിയ കോടീശ്വരന്മാർക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കുന്ന മരം കൊണ്ടുണ്ടാക്കുന്ന റോയൽ യോട്ട്സ്, അത് ചെറിയ ബോട്ടല്ല, ബോട്ടിനേക്കാൾ കുറച്ച് വലുത്, ഒരു 10-15-20 ഫാമിലിക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന യോട്ട്സ്, അത് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. 4-5 ഒക്കെ ഒരുമിച്ച് അവിടെ നിന്ന് ഉണ്ടാക്കും. ഏകദേശം 400ഓളം ആശാരിമാർ ഒരേ സമയത്ത് പണിയെടുക്കുന്ന ഒരു വലിയൊരു കേന്ദ്രമാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് അതിന്റെ മുതലാളി എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മണിക്ഫാനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റോട് കാത്തിരുന്നു. അപ്പൊ അദ്ദേഹം കണ്ടു, എല്ലാം ഇങ്ങനെ കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു യോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ യോട്ട് എനിക്ക് സംശയം, ദിസ് മേ റൊട്ടേറ്റ് 360 ആംഗിൾ സൈഡ് വൈസ് ഇൻ ദി ഡീപ് ഓഷ്യൻ ഇഫ് ദർ ഇസ് എ സ്ട്രോങ് വിൻഡ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തോട്. അപ്പോൾ ഇതിങ്ങനെ കപ്പൽ പോകുന്ന സമയത്ത് ഇത് 360 ആംഗിളിൽ ഇത് ഇങ്ങനെ കറങ്ങും എന്ന് അദ്ദേഹത്തോട് പറയണം. അപ്പൊ എന്താണ് കാരണം ചോദിച്ചപ്പോ അദ്ദേഹം ഒരു കടലാസ് എടുത്തിട്ട് ആ കടലാസിൽ ഇതിങ്ങനെ വരച്ചു, എന്നിട്ട് കാണിച്ചു കൊടുത്തു. ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് അങ്ങനെ മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ചെവി കൊള്ളുകയും എന്നിട്ട് അദ്ദേഹം അടുത്ത തവണ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ അവിടത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ തവണ നിങ്ങൾ തന്ന ആ കൺസൾട്ടേഷൻ, ഫ്രീ കൺസൾട്ടേഷൻ, അത് ഞാൻ എടുത്തു, ഞാനത് ചെറിയ ഓൾട്ടറേഷൻസ് വരുത്തിയിരുന്നു, അതിനുശേഷമാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് മണിക്ഫാൻ സാഹിബ്. ബേസിക്കലി നിങ്ങൾ ഓരോ നിമിഷവും അദ്ദേഹത്തിൽ ഇൻസ്പയർ ആയിക്കൊണ്ടിരിക്കും. എന്നിട്ടും ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടൊരു പേഴ്സണാലിറ്റി. അപ്പൊ അദ്ദേഹത്തോട് നടന്നു പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ചെറിയ ചെറിയ ഷ്രബ്സ്, ചെറിയ ചെറിയ കാട്, നമ്മൾ കാട് എന്ന് പറയുന്ന, പുല്ല് എന്ന് പറയുന്ന സാധനങ്ങൾ അദ്ദേഹം കാണുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറിച്ചെടുക്കും. അദ്ദേഹം പറയും, see, this is the scientific name of this particular shrub is this. കൃത്യമായിട്ട് അദ്ദേഹം പറയും. ഓരോ സാധനം എടുത്തിട്ട് അദ്ദേഹം മെറൈൻ ബയോളജിസ്റ്റ് ആണ്, പ്രൊഫഷണലി, അതേസമയം അക്കാഡമിക്കലി ക്വാളിഫൈഡ് അല്ല, അക്കാഡമിക്കലി ദാറ്റ് സെൻസ്. അപ്പോൾ അദ്ദേഹം ഇത് ഓരോ ഷ്രബ്സ് എടുത്തിട്ട് അതിന്റെ ശാസ്ത്രനാമം, ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞത്, സ്പെയിനിൽ നിന്നോ അല്ലെങ്കിൽ ദാറ്റ് പാർട്ട് ഓഫ് യൂറോപ്പ് കുറച്ച് ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ബേസിക്കലി CMFRയിലേക്ക്, സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നിരുന്നു. അപ്പൊ അവിടെ ഒരാൾക്ക് ബാഡ് സ്റ്റൊമക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം 2 ആഴ്ചത്തോളം ഒരുപാട് മെഡിസിൻസ് ട്രൈ ചെയ്തു, പക്ഷെ വേണ്ടത്ര ഫലം ചെയ്തിരുന്നില്ല. അപ്പൊ മണിക്ഫാൻ സാഹിബ് പറഞ്ഞു, വൈ ഡോണ്ട് യു ട്രൈ ദിസ് എന്ന് പറഞ്ഞിട്ടൊരു ഡീപ്പ് അണ്ടർ വാട്ടറിന്ന് കിട്ടുന്ന ഒരു മീന്
പ്രത്യേക രീതിയിൽ ചൂടാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അദ്ദേഹം പൂർണ്ണമായിട്ടും സുഖപ്പെടുകയും അവരെല്ലാവരും കൂടെ ഭയങ്കര അത്ഭുതപ്പെടുകയും ചെയ്തിരുന്നു. മെറൈൻ മെഡിസിൻ എന്ന് പറയുന്ന ഒരു മേഖലയെ, ഇതെല്ലാം അദ്ദേഹത്തിന് ഒബ്സർവേഷണൽ സ്കിൽസ് ആണ്. അപ്പൊ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോളജ് എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ട് സംഗതികളെ കാണുക എന്ന് പറയുന്ന ഒരു സിദ്ധിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുള്ളത്. അത് സ്വാഭാവികമായിട്ടും നിലവിലുള്ള നമ്മളിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ സാധനത്തെയും അതുപോലെ ഈ കരിക്കുലത്തെയും അതിന്റെയൊക്കെ പിന്നിലുള്ള പിന്നെ എപ്പിസ്റ്റമോളജിയെയും എല്ലാം തന്നെ നമുക്ക് ഒരു തവണ പിന്നെ തിരിഞ്ഞു നോക്കുകയും അത് എല്ലാം ഒന്ന് റീവിസിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സമയം നമ്മൾ സാഹസിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദർ ഇസ് സംതിങ് സീരിയസ്ലി റോങ് വിത്ത് ദിസ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇത് തോന്നുക മാത്രമല്ല, നമുക്കത് ഫേം കൺവിക്ഷൻ ആവും. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കുറെ സമയം ചെലവഴിച്ചപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ മക്കളോട് പോലും ഇങ്ങനെ നിങ്ങളിങ്ങനെ പഠിക്കണം എന്ന് പറയാൻ മടിയാണ്, അവരോട് പറയാറില്ല അങ്ങനെ. മറിച്ച് വേറെ ചില സിദ്ധികൾ അവർക്കുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. നേരത്തെ അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞു. ഫാത്തിമ എന്ന് പറയുന്ന മൂത്ത മോളുണ്ട്, അതുപോലെ മൂസ എന്ന് പറയുന്ന രണ്ടാമത്തെ ആള് മകനാണ്, അതുപോലെ തന്നെ ആയിഷ ടീച്ചറുണ്ട്, അതുപോലെ ആമിനത്തുണ്ട്. 4 പേരാണ് ഇവര്. ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രേറ്റ്സ്, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞു ഷാക്കിർ സാഹിബ് പറയുകയുണ്ടായി, ഇപ്പോ സംസാരിച്ച ആമിനത്തയിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ആ പിന്നെ സംസാര രീതിയും അതുപോലെ ഇതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഏതായാലും ഇദ്ദേഹത്തിന്റെ ഒരുപാട് സംഗതികൾ പറയേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഗ്രാസ് റൂട്ട്സ് ഇന്നോവേഷൻ എന്നുള്ളതാണ് ഈ പത്മ അവാർഡിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള അതായത് പിന്നെ കാരണം, അതായത് റീസൺ ഫോർ ദി അവാർഡ് എന്നുള്ളത് ഗ്രാസ് റൂട്ട്സ് ഇന്നോവേഷൻ ആണ്. ഈ ഗ്രാസ് റൂട്ട്സിൽ വരുന്നത് നിങ്ങൾ ഇപ്പൊ ഡിസിപ്ലിൻ വൈസ് നോക്കുകയാണെങ്കിൽ അതിൽ ഫിസിക്സ് വരും, അതിൽ ബയോളജി വരും, അതിൽ കെമിസ്ട്രി വരും, അതിൽ വേണ്ട സുവോളജി വന്നേക്കാം, അതിൽ ആസ്ട്രോണമി വരും. അങ്ങനെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഓഫ് ഡിസിപ്ലിൻസ്, മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഒരു വ്യക്തിയിൽ പിന്നെ അണിചേരുന്നു, ഒരു വ്യക്തിയിൽ ഒത്തുകൂടുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് അതിന്റെ പ്രൈമറി കാരണം എന്താണെന്ന് ചോദിച്ചാല് ബേസിക്കലി ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ബെവിൽഡർമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് സംഗതികൾ കാണുന്ന സമയത്ത് അത് പിന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക മാത്രമല്ല, അത് എന്തുകൊണ്ട്, വൈ, വാട്ട് ആൻഡ് ഹൗ എന്ന് അറിയാനുള്ള അങ്ങേയറ്റത്തെ ഒരു ഉൾപ്രേരണ, അതാണ് അദ്ദേഹത്തെ മുന്നോട്ടേക്ക് നയിക്കുക. അത് ഏതൊരാളെയും ജീവിതത്തിൽ വിജയിക്കുന്ന ഏതൊരാളുടെയും ഒരു പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ വിജയിക്കുന്ന ഒരാളുടെ സവിശേഷത തന്നെയാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ജൈവികവും അതുപോലെ തന്നെ മൗലികവുമായ അറിവ് സ്വാംശീകരിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തോട് ഒരു സംശയം ചോദിച്ചാൽ അദ്ദേഹം നേർക്കുനേരെ മറുപടി പറയില്ല. അദ്ദേഹത്തിന്റെ പെഡഗോജി എന്ന് പറയാം. അദ്ദേഹം അങ്ങനെയാണ് നമ്മളെ സംഗതികൾ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം എസ് ജോൺസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പിന്നെ എന്താണ് ടേണിംഗ് പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന എസ് ജോൺസ് എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്? അദ്ദേഹം വേറൊരു ലെജൻഡാണ്. എസ് ജോൺസ് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് വർഷമായല്ലോ CMFRIയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്താണ്? വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഡിസ്കവറി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ സ്റ്റേജിന്റെ മുമ്പിൽ ഓഡിയൻസിലും അവിടെ ഇരുന്നിട്ടുണ്ട് മണിക് ഫാൻ സാഹിബ്. അപ്പൊ അദ്ദേഹം ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ കാണുന്ന ആ മെല്ലിച്ച് ഉണങ്ങിയ ആ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. മൈ ബിഗ്ഗസ്റ്റ് ഇൻവെൻഷൻ ഓർ ഡിസ്കവറി ഇസ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഇദ്ദേഹം 400-ലേറെ ജീവജാലങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എസ് ജോൺസ് എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയെന്ന് പറയാം. എസ് ജോൺസ് ആദ്യമായിട്ട് ലക്ഷദ്വീപിലേക്ക് വരികയാണ്. അപ്പോ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അഷ്കർ സാഹിബ് പറഞ്ഞിരുന്നു, അല്ല പിന്നെ ആരാണ് പറഞ്ഞത് ഓർക്കുന്നില്ല, ആമിനത്തെയാണോ, വീട്ടിന്റെ പുറത്ത് കടലാണ്. അപ്പൊ ആ കടല് അദ്ദേഹം എല്ലാ ദിവസവും നീന്തും കടലില്. അപ്പൊ അങ്ങനെ നീന്തി അവസാനം ഒരു ദിവസം അദ്ദേഹം ഒരു കപ്പൽ കാണാണ് 1 കിലോമീറ്റർ അപ്പാർട്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കപ്പല് അതിങ്ങനെ ആങ്കർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നീന്തിയിട്ട് ആ കപ്പലിലേക്ക് പോവാണ്. എന്നിട്ട് ആ കപ്പലില് അദ്ദേഹം കയറുമ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അദ്ദേഹം അത്ഭുതപ്പെട്ടു, ഇതെന്താണ് കടലിനൊരാള്, ഇത് പിന്നെ കടലിനൊരാള്, കടലിൽ ജീവിക്കുന്ന എന്തെങ്കിലും ജീവിയാണോ? എന്നാൽ മനുഷ്യൻ ഇത്രയും ദൂരം നീന്തിയിട്ട് ഇവിടെ എത്താൻ സാധ്യമല്ല.
അത്രയും ദൂരം നീന്തിയിട്ട് ഇദ്ദേഹം വന്നത് ഇത് ആരാണ്? അദ്ദേഹത്തോട് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിച്ചു, ഹു ആർ യു, ഹൗ ഡിഡ് യു റീച്ച് ദിസ് ബോട്ട് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വാസ് സ്വിമ്മിങ്, ഐ ജസ്റ്റ് സോ ദിസ് ആങ്കർഡ് ഷിപ്പ് and I just found it out. I was curious about this and I reached it. That's it. അപ്പൊ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ആ മനുഷ്യൻ പോയിട്ട് എസ് ജോൺസ് ഓഫീസിലേക്ക് എത്തിയിരുന്നു. എസ് ജോൺസിനോട് പറഞ്ഞു, ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു സംഭവം ഉണ്ടായി. നമ്മൾ ആങ്കർ ചെയ്ത ഷിപ്പ് ലാൻഡിൽ നിന്ന് ഒരുപാട് 1 കിലോമീറ്ററോളം ദൂരത്താണ് നമ്മൾ ആങ്കർ ചെയ്തത്. പക്ഷെ അവിടത്തേക്ക് ഒരു മനുഷ്യൻ നീന്തിയിട്ട് വന്നു. അദ്ദേഹത്തിന്റെ പേര് അലി മണിക് ഫാൻ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ എസ് ജോൺസിന്റെ മനസ്സിലത് വെച്ചിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഈ കണ്ട ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അന്ന് ഈ ഷിപ്പിൽ ഒരാള് വന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ? അപ്പൊ പറഞ്ഞു, മണിക് ഫാൻ എന്നാണ് പേര്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അലി മണിക് ഫാൻ എന്നാണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് പേര് പോലും ഓർമ്മയില്ല. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നെ വലവീശാണ്. ബേസിക്കലി അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി, ഐലൻഡാണ്, പെട്ടെന്ന് കിട്ടും, ഒന്ന് പോയിട്ട് 2-3 ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. അങ്ങനെ മണിക് ഫാൻ സാഹിബിനെയും കൂട്ടിയിട്ട് എസ് ജോൺസിന്റെ അടുത്തേക്ക് വരികയാണ്. എസ് ജോൺസ് അദ്ദേഹത്തിന്റെ അനലിറ്റിക്കൽ, അദ്ദേഹത്തിന്റെ ഒബ്സർവേഷണൽ സ്കിൽസ് കണ്ടെത്തുകയും അങ്ങനെ അദ്ദേഹത്തോട് ആദ്യമായിട്ട് പറയണം, അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത മണിക് ഫാനോട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് CMFRI ഒരു ചെറിയൊരു ക്ലർക്കായിട്ട്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ജോലിയിലേക്ക് കയറുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു മുത്തിനെ, ഒരു ജ്വൽ അല്ലെങ്കിൽ ഈ ജെമ്മിനെ കണ്ടെത്തുന്നത് ഡോക്ടർ എസ് ജോൺസ് ആണ്. എസ് ജോൺസ് അന്ന് അദ്ദേഹം അങ്ങനെ നീന്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മനസ്സ് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടെത്തപ്പെടുമായിരുന്നില്ല. ഹി വുഡ് ഹാവ് നെവർ ബീൻ ഡിസ്കവേർഡ് എന്ന് നമുക്ക് ഒരു പക്ഷേ പറയേണ്ടി വരും. ഏതായാലും ഇതാണ് മണിക് ഫാൻ സാഹിബിന്റെ പിന്നെ ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ ചില സംഗതികൾ, അധികം എവിടെയും പറയപ്പെടാത്ത, എവിടെയും പറഞ്ഞിട്ടില്ലാത്ത ചില സംഗതികൾ മാത്രം പറയാമെന്ന് വെച്ചിട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളിലും അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള പിന്നെ ഒരുപാട് പിന്നെ ലേഖനങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ സംഗതി തന്നെ എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ അതൊന്നും ഇവിടെ അവതരിപ്പിക്കുന്നില്ല. ഞാൻ 20 മിനിറ്റിന്റെ ഒരു പിന്നെ ടൈമർ വെച്ചിരുന്നു. ഇപ്പൊ 1 മിനിറ്റ് 30 സെക്കൻഡ് ബാക്കിയുണ്ട്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ, അതുപോലെ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷണൽ സ്കിൽസ്, അദ്ദേഹത്തിന്റെ ആസ്ട്രോണമി, അദ്ദേഹത്തിന്റെ യൂണിഫൈഡ് ഇസ്ലാമിക് കലണ്ടർ, അതിനെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം, ദോ ഹീസ് ഇൻട്രസ്റ്റഡ് ആൻഡ് ക്യൂരിയസ് അബൌട്ട് തൗസൻഡ്സ് ഓഫ് അതർ തിങ്സ്, അദ്ദേഹം ജീവിതത്തിന്റെ അകത്ത് ഒരു സംഗതി വളരെ ഫോക്കസ്ഡ് ആയിട്ട് അദ്ദേഹം ജീവിത ദൗത്യമായിട്ട് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. യൂണിഫൈഡ് ഇസ്ലാമിക് കലണ്ടർ എന്ന് പറയുന്ന ഒരുപക്ഷെ ലോക ഇസ്ലാമിക നാഗരികതയെ, ലോക മുസ്ലിം സമൂഹത്തിന്റെ അകത്തുള്ള ഒരു മേജർ മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന യൂണിഫൈഡ് ഇസ്ലാമിക് കലണ്ടർ നമ്മൾ നേടിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പിന്നെ അദ്ദേഹം പറയും. അദ്ദേഹത്തോട് ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു. അപ്പോ ഞാൻ ചോദിച്ചു, അഥവാ യൂണിഫൈഡ് ഇസ്ലാമിക് കലണ്ടർ ആര് സമുദായത്തിനും ഈ നാട്ടിനും ഈ സമൂഹത്തിനും നഷ്ടമെന്നല്ലാതെ എനിക്കൊന്നും അതിൽ പറയാനില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഏതായാലും ഒരുപാട് സംഗതികൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ ചെറിയ ഒരു പരിപാടിയിൽ ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹ് നിങ്ങളെല്ലാവരെയും അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ചെറുപ്പക്കാരായ ആളുകൾക്ക് ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ മണിക് ഫാൻ സാഹിബിന്റെ ജീവിതവും, അതുപോലെ മണിക് ഫാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ആകൃഷ്ടനായി അങ്ങനെ മണിക് ഫാനിനെ ആരാധിക്കുന്ന ഒരാളായിട്ട് മാറുക എന്നുള്ളതല്ല, മറിച്ച് മണിക് ഫാനിലൂടെ ഇൻസ്പയർ ആയിട്ട് അവർ സ്വയം തന്നെ മൂവ് ചെയ്യുന്ന, അവർ മുമ്പോട്ട് പോവുകയും മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന, അങ്ങനെ ലോകത്തിന് വെളിച്ചം കാട്ടുന്ന ആളുകളായിട്ട് മാറാൻ അള്ളാഹു നമ്മേവരെയും തുണക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ജസാഖല്ലാഹ് ഖൈർ ഫൈൽ സാഹിബ്. വളരെ എന്താ പറയേണ്ടത്, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യത്തെ കുറിച്ചൊക്കെ, അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചതിന്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അന്വേഷണങ്ങളാണ്. നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അതിന്റെ മുമ്പായിട്ട് നമ്മൾ അദ്ദേഹത്തിനുള്ള മൊമന്റോ ഉപഹാര സമർപ്പണമാണ്. ഉപഹാര സമർപ്പണം നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഫിസിക്കലായിട്ട് അദ്ദേഹത്തിൽ എത്തിക്കുന്നതാണ്. അതിനുവേണ്ടി അബ്ദുറഹ്മാനെ ക്ഷണിക്കുന്നു.
എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? ഹലോ ഹലോ ഫർഹാൻ, ആക്കിയിട്ടുണ്ട്. എന്റെ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ വീഡിയോ? തീർച്ചയായിട്ടും. സൗണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ? അബ്ദുറഹ്മാൻ, സൗണ്ട് വരുന്നുണ്ടോന്ന് ക്ലിയർ അല്ല, ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ. ദ്രമൻ സൗണ്ട് ഇല്ല കേട്ടോ. SMS പോകും. അത് ശബ്ദം വന്നേക്കണേ. ഓക്കെ, ജസാക്കല്ലാ മോണ്ടു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി കാമിയോ വരച്ച ബോൾ പെൻ വെച്ച് വരച്ച ചിത്രമാണ്. ഇൻഷാല്ലാ അത് ഇത്രയും വൈകാതെ തന്നെ അദ്ദേഹത്തിന് എത്തിക്കുന്നതാണ്. ഇനിയിപ്പോ അന്വേഷണങ്ങൾക്കുള്ള സമയമാണ്. നമ്മളെ അഷ്കർ കബീർ സാഹിബും സുഹൈൽ സാഹിബും ഇവിടെ ഉണ്ട്. ഒരു 5-10 മിനിറ്റോളം നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. സുഹൈൽ സാഹിബോ അഷ്കർ സാഹിബോ രണ്ടാളോടും കൂടിയാണ്, അറിയില്ല. പിന്നെ നമ്മുടെ യൂണിഫൈഡ് ഇസ്ലാമിക് കലണ്ടറെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് പറഞ്ഞല്ലോ. അപ്പോൾ അത് എത്രത്തോളം പിന്നെ അത് പിന്നെ നമ്മൾ ഒഫീഷ്യലി ആ ഒരു രീതിയിൽ അദ്ദേഹം അതിൻ്റെ ഒരു വർക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് ഏതുവരെ എത്തിയിരുന്നു, അല്ലെങ്കിൽ അത് പിന്നെ എൻ്റയർ ഗ്ലോബലി അതിന് ആക്സെപ്റ്റൻസ് കിട്ടാൻ എന്തൊക്കെ വർക്കുകൾ അദ്ദേഹം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ് ഇപ്പം, അതിനെ പറ്റി അറിയോ? അഷ്കർ സാഹിബ് പറയുന്നുണ്ടോ? സുഹൈൽ സാഹിബ് പറഞ്ഞോട്ടെ. അഷ്കർ സാഹിബ് പറയും. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ബേസിക്കലി അദ്ദേഹം നേരത്തെ അഷ്കർ സാഹിബ് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വലിയ ഒരു എഴുത്തുകാരനോ വലിയൊരു പ്രഭാഷകനോ വലിയൊരു സംഘാടകനോ അല്ലെങ്കിൽ ഒരു എന്താണ് കമ്മ്യൂണിറ്റി ലീഡറോ ആ രീതിയിൽ നമ്മളിപ്പോ കാണുന്ന കൺവെൻഷണൽ ഉണ്ടല്ലോ ഒരു ലീഡർ അല്ല. അപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വലിയ ആശയങ്ങൾ അത് സംപ്രേഷണം ചെയ്യപ്പെട്ടില്ല, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടില്ല, അത് ജനങ്ങളിലേക്ക് ആ രീതിയിൽ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ അവാർഡിനെ സംബന്ധിച്ച് അവാർഡ് അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇതിനി പറയുന്നത് ആളുകൾ കേൾക്കുന്നുള്ളതാണ്. അപ്പോൾ ഇനിയും അത് നമ്മൾ തന്നെ മെഗഫോണായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അദ്ദേഹം ചെയ്തെന്താന്ന് ചോദിച്ചാൽ ഇന്ന് നിലവിൽ പിന്നെ ഈ ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന വലിയ വലിയ ടവറിങ് സ്റ്റോൾവാർട്സ് ഉണ്ട് ലോകത്ത്. ഉദാഹരണത്തിന് ഖാലിദ് ഷൗക്കത്തിന്റെ ഒരു പിന്നെ വെബ്സൈറ്റ് ആണ് moonsighting.com. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ പിന്നെ വെബ്സൈറ്റ്. ആ മൂൺ സൈറ്റിങ്ങിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ മണിക് ഫാൻ അവാർഡ് കിട്ടിയത് വലിയ സന്തോഷത്തോടെ അതിന്റെ ഹോം പേജിൽ വെച്ചത് മണിക് ഫാൻ സാഹിബ് കാണിച്ചു തന്നിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഹൗ അബൌട്ട് മണിക് ഫാൻ സാബ്, ഡിഡ് യു ഇൻഫോം ഹിം അബൌട്ട് ദിസ് അവാർഡ് എന്ന് മണിക് ഫാൻ സാഹിബ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഡിഡ് യു സീ ഹിസ് വെബ്സൈറ്റ്?
അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് നോക്കണം എന്ന് പറഞ്ഞു, തുറക്കുന്നു പറഞ്ഞു. അങ്ങനെ തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് മണിക് ഫാൻ സാഹിബിന് അവാർഡ് കിട്ടിയത് വലിയ ഒരു സംഭവമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഏറ്റവും വലിയ ഡിബേറ്റ് ചെയ്ത ആളാണ് ഖാലിദ് ഷൗക്കത്ത്. ഇദ്ദേഹവും ഖാലിദ് ഷൗക്കത്തും തമ്മിൽ ഏതാണ്ട് എവറി വീക്ക്, ഇഫ് നോട്ട് എവറി ഡേ, അദ്ദേഹം എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പം മറുപടി അയക്കാൻ നമ്മളോട് പറയും. മറുപടി അയച്ച ഉടനെ അദ്ദേഹം ഒരു പക്ഷെ ഫോൺ ചെയ്തിട്ട് ഇന്നൊരു സംഗതിക്ക് മറുപടി വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പേഴ്സണാലിറ്റീസ് ഖാലിദ് ഷൗക്കത്ത്, അതുപോലെ സൽമാൻ, അതുപോലെ ഇല്യാസ്, മലേഷ്യയിലുള്ള പ്രൊഫസർ ഇല്യാസ്, അതുപോലെ സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ, ഇവർക്കൊക്കെ നിരന്തരം കത്തുകൾ എഴുതുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇരുന്നിട്ട് ഇങ്ങനെ മെയിൽ അയക്കുകയാണ് ചെയ്യുക മൊബൈലിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷിലും അദ്ദേഹത്തിന് പല ഭാഷ അറിയാം. അദ്ദേഹം ഒരു പോളിഗ്ലോട്ട് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. 14 ഭാഷയോളം അദ്ദേഹത്തിന് ഫ്ലുവൻ്റ്ലി എഴുതാനൊക്കെ പറ്റും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് ഹല അൽ ബല്ലഗ്ത എന്ന് അദ്ദേഹം ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ, പിന്നെ ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന ടവർ പേഴ്സണാലിറ്റീസ്, ഈ പിരമിഡൽ സ്ട്രക്ചറിന്റെ അകത്ത് ഐഡിയാസ് മുകളിൽ താഴോട്ടേക്ക് കൊടുക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന ക്രീമി ആയിട്ടുള്ള സ്കോളേഴ്സുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുകയും സന്ദേശം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രോസ് അണ്ടർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായിരിക്കാം. അത് കാരണം വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ആ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള, ആ രീതിയിൽ ഹാവഭാവങ്ങളുള്ള ആളുകൾ പറയുമ്പോഴാണല്ലോ ഒരാൾക്ക് ഒരു പ്രഷറും ആ രീതിയിലുള്ള എന്തെങ്കിലും ആക്ട് ചെയ്യാനുള്ള ഒരു ട്രസ്റ്റ് ഒക്കെ കിട്ടുക. അത് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇനി മുതൽ അങ്ങോട്ട് അത് കിട്ടിത്തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചെയ്യാനുള്ളതൊക്കെ അദ്ദേഹം കുറച്ചും കൂടുതലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷമാണോ അതിന്റെ മുമ്പത്തെ വർഷമാണെന്ന് ഓർമ്മയില്ല, ഇസ്താംബൂളിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് പോകാൻ പറ്റിയിരുന്നില്ല. യൂണിഫൈഡ് ഇസ്ലാമിക് കലണ്ടറുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. പക്ഷെ അതിലെല്ലാം തന്നെ മൗലികമായിട്ട് മണിക് ഫാൻ സാഹിബിന് പറയാനുള്ള കാര്യങ്ങൾ അത് ശരിക്കും എത്തപ്പെട്ടിട്ടില്ല, യഥാർത്ഥത്തിൽ ആ രീതിയിൽ എത്തപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്താണ് വഴി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മുന്നിൽ ഒരു 3 പേരിൽ കുറയാത്ത അക്കാഡമിക് ലാംഗ്വേജ് ഉള്ള, പ്രത്യേകിച്ച് ഈ മേഖലയിൽ ആസ്ട്രോണമി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ ബേസിക്കലി ആസ്ട്രോണമിയിൽ മൂണുമായി ബന്ധപ്പെട്ട സംഗതിയിൽ അവഗാഹമുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയും, അതുപോലെ തന്നെ ദീനിൽ അവഗാഹമുള്ള, ഈ 3-ൽ ഒരാൾ നല്ല ദീനിൽ അവഗാഹം, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിലുള്ള ഹദീസുകളെ കുറിച്ചും ക്ലാസിക്കൽ ഇസ്ലാമിക് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചും നല്ല ധാരണയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുക. 3-മത്തെ ആള് നല്ലൊരു ഓർഗനൈസർ ആയിരിക്കണം. അദ്ദേഹം നല്ല ഒരു PR സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഈ 3 പേരടങ്ങുന്ന ഒരു സംഘം, ചുരുങ്ങിയത് ഒരു സംഘം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പണിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, മേ ബി ഇൻ എ മാറ്റർ ഓഫ് 1 year, ഒരു ഇപ്പോക്ക്, ഒരു വലിയൊരു ഒരു എക്സ്പ്ലോഷൻ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഐഡിയാസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ നമ്മൾ ഹഫ്ജാഷ് ചോദിച്ചോളൂ, അത് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. സോറി, ഞാന് പിന്നെ അത് നമുക്ക് ആ ഒരു 3 പേര് ഇരിക്കണം, നമുക്ക് അങ്ങനത്തെ ആ ഒരു ഫർദർ സ്റ്റെപ്പ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെ? അതങ്ങനെ ഒരു പ്ലാൻ ആയിട്ട് ഉള്ളത് അല്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല ഹഫ്ജാഷ് ഭായ്, ഇല്ല, അവരുണ്ടായിട്ടില്ല. അത് നമുക്ക് ആ ഉത്തരവാദിത്വം നമ്മളിൽ അർപ്പിതമാണെന്നാണ് പിന്നെ നമുക്ക് തോന്നുന്നത്, അല്ലാണ്ട് വേറെ ആരും ചെയ്യാൻ പോകുന്നില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് ചാറ്റ് ബോക്സിലും ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ടും ചോദിക്കാം. എനിക്കൊന്ന് അലി മണിക് ഫാന്റെ മത്സ്യത്തെ കുറിച്ച്, മറൈൻ ബയോളജിയിൽ അദ്ദേഹത്തിന്റെ ഒരു 400ഓളം ഒബ്സർവേഷൻ ഉണ്ടെന്ന് സുഹൈൽ സാഹിബ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്താൽ നന്നാവും തോന്നുന്നു. ഓക്കെ, അദ്ദേഹം മെറൈൻ ബയോളജിസ്റ്റ് ആണ് ഒഫീഷ്യലി. അപ്പൊ അദ്ദേഹം 400-ലേറെ മത്സ്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുകയും അതിനെ പേരിട്ടിട്ട് ഈ പറയുന്ന സ്പീഷീസ് ഡയറക്ടറിയിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ ഈ വലിയ സംഭാവനയെ നേർക്കുനേരെ അനുഭവിച്ച ഈ പറയുന്ന നമ്മുടെ എസ് ജോൺസ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു. അദ്ദേഹം ഇതിനു മുമ്പ് അബൂ ദഫ്ദഫ് മണിക് ഫാനി എന്ന് പറയുന്ന ഈ മീന് കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റാർ ഫിഷ് കണ്ടെത്തിയിരുന്നു. ഒരു സ്പീഷീസിന്റെ ബുക്കിലും ഇല്ലാത്ത ഒരു സാധനമാണ്. അപ്പൊ അത് അദ്ദേഹം ഭരണിയിലിട്ട് പ്രിസർവേറ്റീവ്സ് വെച്ച് അത് മൂടി അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ മ്യൂസിയത്തിൽ വെച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഏകദേശം 4 മാസം 5 മാസത്തെ ഒരു വെക്കേഷന് വീട്ടിലേക്ക് പോയിരുന്നു. ഒരു ലീവ് എടുത്തിട്ട്, ലോങ് ലീവ് എടുത്തിട്ട്. അദ്ദേഹം പിന്നീട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കണ്ടെത്തിയ ആ മീന് അവിടെ കാണാനില്ല. ആ മീന് സ്റ്റാർ ഫിഷ് കണ്ടെത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരാള് എസ് ജോൺസിന്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞു, ഇതിന് നമുക്ക് പേര് മണിക് ഫാൻ മണിക് എനിക്ക് പേര് ഓർമ്മയില്ല, മണിക് എന്നാണ് പേരിട്ടു. മണിക് എന്നാണോ ഫാനി എന്നാണോ എന്തോ ഒരു പേരിട്ടു. അതിന്റെ കൂടെ വേറൊരു പേരുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ പേര് മണിക് ഫാൻ എന്നുള്ളത് ഒറ്റ വേർഡാണോ അല്ലെങ്കിൽ മണിക്ക് വേറെ ഫാന് വേറെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒറ്റ പേരാണ്, മണിക് ഫാൻ ഒറ്റ പേരാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞോടുകൂടി ആ പേര് തൽക്കാലം ഇടണ്ടാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ എന്നിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്നു. 5 മാസത്തിന് ശേഷം തിരിച്ചു പോയപ്പോ ആ ഭരണിയിലുള്ള ആ സ്റ്റാർ ഫിഷ് പോയിരിക്കുകയാണ്. ആരോ അത് കൊണ്ടുപോയി, ആരോ തട്ടി, അത് തെഫ്റ്റ് ആയിരുന്നു അദ്ദേഹം പറയുന്നു. അത് സാധനം അവിടെ കാണാനില്ല. എന്നാൽ സ്പീഷീസ് ഡയറക്ടറിയിൽ എവിടെയും പേര് ചേർക്കപ്പെടാത്ത ആ ഫിഷ് ഒരാൾ തട്ടിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാന്നാണ് മണിക് ഫാൻ സാഹിബ് പറയുന്നത്. അപ്പൊ ബേസിക്കലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് പറയാം വേണമെങ്കിൽ. ആ സാധനത്തെ ഇന്ന് വരെ ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എപ്പോഴും നോക്കും ആ സ്റ്റാർ ഫിഷ് എവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടോ. ആ സ്റ്റാർ ഫിഷിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹം ഇവിടെ ഇരുന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും അദ്ദേഹം യൂട്യൂബ് വെച്ചപ്പോൾ അദ്ദേഹം ആ സ്റ്റാർ ഫിഷ് ആണോ ഇതെന്ന് അതിനകത്ത് വന്നൊരു വീഡിയോയില് കണ്ട ആ സ്റ്റാർ ഫിഷ് അദ്ദേഹം കണ്ടെത്തിയ സ്റ്റാർ ഫിഷ് തന്നെയാണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കുറെ സമയം ശ്രമിച്ചു. അവസാനം പറഞ്ഞു അതല്ല ഇത് എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അപ്പോ അതാണ് ഒരു ഫിഷ്. അതിനുശേഷമാണ് അബൂ ദഫ്ദഫ് മണിക് ഫാനി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഫിഷ്, ശരിക്കുള്ള ഫിഷ് ആണ്, നിങ്ങൾ ആ ഫോട്ടോ കണ്ടിരിക്കും, ആ ഫിഷ് അദ്ദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ടായിട്ട് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ കണ്ടെത്തലുകൾക്കും അദ്ദേഹത്തിന്റെ വലിയ അധ്വാനത്തിനും അദ്ദേഹത്തിന്റെ ഈ ലെജൻഡറി പിന്നെ വർക്ക്സിനുമുള്ള ഒരു അംഗീകാരം എന്ന നിലക്ക് എസ് ജോൺസ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇട്ട പേരാണ് അബൂ ദഫ്ദഫ് മണിക് ഫാനി എന്നുള്ള ആ മീനിന് പേരിട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയാനുണ്ട്. ഞാൻ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് പറയുന്നില്ല. ഇനി ആരെങ്കിലും ചോദ്യങ്ങളും അന്വേഷണങ്ങൾ? Bit of topic, why don't the organization not paying enough attention to this progress? ഒരു ടെക്സ്റ്റ് ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. Why don't organization like Jamaat not paying enough attention to this progressive concept of unified calendar, at least in Kerala, or is it happening? മറ്റേ യൂണിഫൈഡ് ഹിജ്റ കലണ്ടർ മുസ്ലിം സംഘടനകൾ തത്വത്തിൽ എന്താണ് അംഗീകരിക്കാത്തത് എന്നായിരിക്കും ഒരു മർമ്മം അതിന്റെ ചോദ്യത്തിന്റെ എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ശരിക്കും ഈ ചോദ്യം ചോദിക്കേണ്ടത് മുസ്ലിം സംഘടനകളുടെ നേതാക്കളോടാണ്. മണിക് ഫാൻ സാഹിബിനോടോ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി കൺവെൻഷണൽ വിസ്ഡത്തെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടല്ലോ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സംഗതികൾ, ആളുകളുടെ പൊതു മൈൻഡ് സെറ്റിനെതിരായിട്ട് ഒരു സംഗതി വരുമ്പോൾ അത് സ്വീകരിക്കാൻ ഇറ്റ് ടേക്സ് ടൈം. തീപ്പെട്ടി എന്ന് പറയുന്ന നമ്മുടെ മാച്ച് സ്റ്റിക്ക് അത് കണ്ടെത്തിയതിന് ശേഷം അറൌണ്ട് 1000 years ശേഷമാണ് പിന്നെ അത് മെയിൻ സ്ട്രീമൈസ് ചെയ്യപ്പെട്ടത്, തീപ്പെട്ടിക്കുള്ളി. കാരണം അത് അപകടം പറ്റുമോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൻസൈറ്റീസ്. അപ്പോൾ സ്വാഭാവികമാണ് ഇത് സംഭവിക്കുന്നത്. ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് പിന്നെ ഈ പറയുന്ന ആളുകൾ ചിന്തിക്കുന്നതിൽ നിന്ന് വേറിട്ട് നമ്മൾ ചിന്തിക്കുക, കുറച്ച് ആളുകൾ. എന്നിട്ട് നമ്മുടെ ദൗത്യമാണ് ഈ പറയുന്ന ഐഡിയാസ് വർത്ത് സ്പ്രെഡിങ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് സമുദായത്തിൽപ്പെട്ട അങ്ങനെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഇതിങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം.
എനിക്ക് തോന്നിയൊരു സംഗതി, ഇദ്ദേഹത്തെ ടെഡ് ടോക്സിൽ നമുക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും തോന്നുന്നു. ലോകം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഐഡിയാസ് വർത്ത് സ്പ്രെഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളെയൊക്കെ സംസാരിപ്പിക്കുകയും അത് ലോകത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ടെഡ് ടോക്സ്. അപ്പൊ അതിലേക്കൊക്കെ അദ്ദേഹത്തെ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ എനിക്കൊന്ന് നത്തിങ് ലൈക്ക് ഇറ്റ്. അതൊരു നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ചാലഞ്ചാണ്. വേറെന്തെങ്കിലും അന്വേഷണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോ ഇതിനെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂത്ത് ഇന്ത്യയിലെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി അമീർ സവാദ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഏറെ സ്നേഹാദരണീയരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഇതിന് ഒരു ഔദ്യോഗിക സമാപനം നടത്തുക എന്നതുകൊണ്ടാണ് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂത്ത് ഇന്ത്യ ഇങ്ങനെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ അലി മണിക് ഖാനെ ഓർക്കുക, അദ്ദേഹത്തെക്കുറിച്ച് അടയാളപ്പെടുത്തുക, ചർച്ചയാക്കപ്പെടുക എന്നുള്ള ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും അതിന് ഏറ്റവും യോജിച്ച തലത്തിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ തന്നെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുവാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു പ്രമേയം, നമ്മൾ ഈ ചർച്ച മുന്നോട്ട് വെക്കുന്നതിനും അപ്പുറം ഇതിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ അവരുടെ സംസാരം, പ്രമേയങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി ഏറെ ഹൃദ്യമായത്. അദ്ദേഹം അലി മണിക് ഖാൻ, അദ്ദേഹം ഈ ലോകത്തിന് മുന്നോട്ട് കാഴ്ചവെച്ചിട്ടുള്ള ഒരു പുതിയ വഴിയുണ്ട്, പുതിയ തോട്ടുണ്ട്. സാമ്പ്രദായികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനും അപ്പുറം നിന്നുകൊണ്ട് ഒരു മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പുതിയ ലോകത്തേക്ക്, വിജ്ഞാനത്തിന്റെ വൈജ്ഞാനിക ലോകത്തേക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയായിരുന്നു അലി മണിക് ഖാൻ. ആ ഒരു തരത്തിൽ ആ ഒരു ജീവിതം പ്രചോദനമാകട്ടെ എന്നുള്ളത് ആണ് ഈ ഒരു വൈകിയ വേളയിൽ കൃത്യമായിട്ടും ഇവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അദ്ദേഹത്തിന്റെ മകൾ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. അവർ സ്വന്തം പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു സംഗതി, അത് വളരെയധികം ഹൃദയസ്പർക്കായിട്ട് തന്നെയാണ് ഒരു പക്ഷേ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അത് ശ്രവിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ കൃത്യമായിട്ടും വിശ്വസിക്കുന്നത്. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള നിലയിൽ സ്വന്തം പിതാവിനെ കുറിച്ച് തന്നെ മകൾ അടയാളപ്പെടുത്തുന്ന വാക്കുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം കൂടുതൽ പങ്കെടുക്കുകയും അദ്ദേഹത്തോടൊപ്പം കൂടുതൽ ജീവിതം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സഹോദരൻ അഷ്കർ കബീർ നാട്ടുകാരൻ കൂടി തന്നെയാണ്. അതുപോലെ തന്നെ കെ സുഹൈൽ സാഹിബ്, മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും യൂത്ത് ഇന്ത്യയുടെ സ്നേഹോപഹാരം, നന്ദി ഈ ഒരു സമയത്ത് രേഖപ്പെടുത്തുകയാണ്. പുതിയ ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇസ്ലാമിക വിജ്ഞാന ലോകത്തേക്ക് പുതിയ പുതിയ സംഭാവനകൾ അർപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് പുതിയ ലോകത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പങ്കെടുത്തവർക്ക്, അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സമയം വരെയും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി വലിയൊരു വിജയമാക്കി തീർത്ത മുഴുവൻ അഭ്യുദയകാംക്ഷികൾക്കും എല്ലാവിധത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യുണൈറ്റഡ് യൂത്ത് ഇന്ത്യയുടെ മെമന്റോ നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട CP ഷഫീഖ് സാഹിബ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മെമന്റോ ഏറ്റുവാങ്ങി പത്മശ്രീ അലി മണിക് ഖാൻ സാഹിബിനെ അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. പത്മശ്രീ അലി മണിക് ഖാൻ സാഹിബിനെ
മെമന്റോ നൽകി ആദരിച്ച സിദ്ദീഖ് സാഹിബിനും ഷഫീഖ് സാഹിബിനും അഗൈതവമായ നന്ദി അറിയിക്കുന്നു. അടുത്തത്